പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുമെന്ന വാഗ്ദാനത്തിൽ വഞ്ചിതരായി പണം നഷ്ടപ്പെട്ടവരുടെ പരാതി പ്രളയം വയനാട്ടിലും. മാനന്തവാടിയിൽ ഇന്നലെ മാത്രം 94 പേർ പരാതിയുമായി എത്തി. ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ടും കൽപ്പറ്റ ബത്തേരി സ്റ്റേഷനുകളിൽ നിരവധി പേർ പരാതി നൽകി. മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ 280 പേർ പണം നൽകിയെന്ന് ഇടനിലക്കാരും മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നതാണ്. ഇത് 19/1 അതായത് 25 തുടർന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയാണ് ഇപ്പം നമുക്ക് ഇതുവരെ അറിയുള്ളൂ. ഉരുൾ ദുരന്തം പാടെ തകർത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല നിവാസികളിൽ നിന്ന് പണം സ്വീകരിച്ച സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തിയ എബിൻ തോമസ് എന്നയാളാണ് ഇത്. പകുതി വിലയിൽ സ്കൂട്ടർ നൽകാമെന്ന ഓഫറിൽ 280ഓളം പേരിൽ നിന്ന് പണം വാങ്ങിയതായി പ്രദേശത്ത് അക്ഷയ സെന്റർ നടത്തുന്ന ഇയാൾ പറയുന്നു. ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഇപ്പം ഓരോ അംഗം 2-3 പ്രൊജക്റ്റിലുണ്ട്, ചിലർ ഒരു പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഡീറ്റെയിൽ വെച്ചിട്ട് ഇത്ര അംഗങ്ങൾ ഇന്ന സ്ഥാനത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 500-ന് മുകളിലുണ്ട്. ഇതടക്കം 100 കണക്കിന് പരാതികളാണ് ഇന്നലെ മാത്രം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി എത്തിയത്. മാനന്തവാടിയിൽ 89 പേർ ഒരുമിച്ചെത്തി പരാതി നൽകി. തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് പണം സ്വീകരിച്ച ഇടനിലക്കാരും പോലീസിനോട് വിശദീകരിക്കുന്നത്. കൽപ്പറ്റ, മേപ്പാടി, ബത്തേരി, പുൽപ്പള്ളി സ്റ്റേഷനുകളിലെല്ലാം പരാതിക്കാരെത്തി. വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പരാതി നൽകാതെ 100 കണക്കിന് പേർ ഇപ്പോഴും ജില്ലയിലുണ്ട്. വയനാട്ടിലാകെ 1000ഓളം പേർ തട്ടിപ്പിനിരയായെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.